ജനങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ നോക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ തന്നെ വളരെ വലുതായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാരം കണ്ടെത്താൻ കഴിയാത്തവണ്ണം വിഷയങ്ങളൊക്കെ വളരെ വലുതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇന്ന് പല വീടുകളിലും പല ഭവനങ്ങളിലും ഇന്ന് സ്വസ്ഥത ഇല്ലാത്തൊരു കാലഘട്ടത്തിലായി നമ്മൾ നിൽക്കുന്നത്. സമാധാനമില്ലാത്തൊരു കാലഘട്ടം, സമാധാനമില്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. അപ്പൻ മക്കളോടും മക്കൾക്ക് അപ്പനോടും അമ്മയോടും ഒന്നും സ്നേഹമില്ലാതെ ഒരു കാലഘട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുണ്ട്, എന്റെ മക്കളൊക്കെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ അവരെയൊക്കെ വളർത്തി വലിയതാക്കിയതു, അതുപോലെ തന്നെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നൊക്കെ അവർ പഠിച്ചു മിടുക്കരാകണമെന്ന് അവര് നന്നായി പഠനമൊന്നൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും തന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ്. അവരെല്ലാം നന്നായി പഠനം തന്നെയാണ് ചിന്തിക്കുന്നത്. അവരാരും മോശമായി പോകാൻ പാടില്ല, മക്കൾ ആരും മോശമായി പാടില്ല തന്നെയാണ് വളരെ വേദനയോടുകൂടി മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് തന്നെ. എന്നാൽ ഓർക്കണമേ, നേരെ വിപരീതമായ ചില അനുഭവങ്ങളാണ് കുഞ്ഞു മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, എന്താണെങ്കിലൊക്കെ സംഭവിച്ചു പോകുന്നത്, എന്തുകൊണ്ടാണെങ്കിലൊക്കെ സംഭവിച്ചു പോകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. മാതാപിതാക്കൾക്ക് പറയാനുണ്ട്, എന്റെ മകൻ അനുസരിക്കുന്നില്ല, എന്റെ മകൾ അനുസരിക്കുന്നില്ല എന്നൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മൾക്ക് മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ തന്നെ മക്കൾ വളരുന്നില്ല എങ്കിൽ, അവരെ നിയന്ത്രിച്ചാൽ അവർ നിയന്ത്രണത്തിൽ വരുന്നില്ല എങ്കിൽ, ഇന്ന് മറ്റാര് പറഞ്ഞാലും തന്നെ അവരാരും ഒരു നിയന്ത്രണത്തിൽ വരികയില്ല. എന്നാൽ പറയട്ടെ, എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചമായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും ആഴിയെയും അവയിലൂടെ സർവ്വം സൃഷ്ടിച്ച ദൈവം വിചാരിച്ചതിന് മാത്രമേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, എല്ലാം ഉള്ള കയ്യിൽ വഹിക്കുന്ന ദൈവത്തിന് മാത്രമേ എല്ലാവരെയും അവരുടേതായ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും വളർത്തുവാനും കഴിയുള്ളൂ. മറ്റാരെ കൊണ്ട് അത് കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനാ ഭാരവാഹികൾക്കോ ഒന്നും തന്റെ തലമുറകളെ നിയന്ത്രിക്കാനോ മനുഷ്യരെ നിയന്ത്രിക്കാനോ കഴിയാൻ വയ്യാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പല ഭവനങ്ങളിൽ പ്രാർത്ഥനയില്ല. അതേതാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടിയാ ഇത് ജനങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പുച്ഛത്തോടുകൂടി കാണാനുള്ളതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ നമ്മൾ ദൈവത്തോടു കൂടി ഇരിക്കുവാനും ദൈവത്തോടൊപ്പം ഹല്ലേലൂയ സഞ്ചരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നു. തന്റെ ശിഷ്യകളൊക്കെയും തന്നെ അനുസരിക്കണമെന്നാണ്, തന്റെ ശിഷ്യകളൊക്കെയും തന്നെ തിരിച്ചറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യൻ ഹല്ലേലൂയ അവൻ നശിച്ചു പോകാതിരിക്കുന്നതിന്, മനുഷ്യരാരും നശിച്ചു പോകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, മനുഷ്യരാരും നശിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ടാണ് പാപം മൂലം മനുഷ്യർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഹല്ലേലൂയ പ്രശ്നങ്ങളും ഗുരുതരമായ രോഗങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും ഒക്കെ പാപം മൂലം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടുന്ന് രക്ഷ പ്രാപിക്കുവാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ മനുഷ്യനെ കൊണ്ട് ആ പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ കഴിയാതെ വരുമ്പോൾ, മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് പാപമോചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ ആയിരിക്കും കഴിയുകയില്ല. കഴിയുന്നത് ഹല്ലേലൂയ ദൈവകോപത്താലുണ്ടായ പാപം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുമ്പോൾ മനുഷ്യനായിരിക്കുന്ന പാപം മാറണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2026 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കൽവരിയെ കുറിച്ച് ബലിയാടായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ അവന്റെ പാപത്തെയും ശാപത്തെയും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് ഹല്ലേലൂയ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാം വീണ്ടെടുക്കുന്നതിനായാണ് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്വർഗ്ഗം വിടുന്ന് അവൻ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാനിപ്പോ പറഞ്ഞതുപോലെ ഹല്ലേലൂയ മനുഷ്യരാരും നശിച്ചു പോകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ നശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ദൈവം സ്വർഗ്ഗം വിടുന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പാപത്തെയും ശാപത്തെയും എല്ലാം ഏറ്റുവാങ്ങിയത് ഹല്ലേലൂയ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യനെ രക്ഷിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരുടെ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. ഓർക്കണമേ, അതിൽ മറ്റു രക്ഷയുമില്ല. മനുഷ്യനെ രക്ഷിക്കാൻ ആ നാമം മാത്രമേ ഉള്ളൂ. ആ നാം വിളിക്കുന്നവനെ, വിളിച്ചപേക്ഷിക്കുന്നവനെ അവൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ആ രക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം ഒരുവൻ മാത്രം. ഹല്ലേലൂയ. കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിക്കണം. നല്ല വിശേഷം, സുവിശേഷം എന്നാൽ നല്ല വിശേഷം. ഹല്ലേലൂയ. ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നല്ല വിശേഷം അവിടെ തുടങ്ങുന്നു. മനുഷ്യൻ രക്ഷയ്ക്കെത്തിയ ദൈവത്തെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യനായി തന്നെ വന്ന കർത്താവായ യേശുവിനെ നമ്മൾ മറക്കരുത്. മനുഷ്യന്റെ ആ രക്ഷാമാർഗം അവന്റെ കയ്യിൽ തന്നെയായിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ രക്ഷാമാർഗം കർത്താവായ യേശുവിന്റെ കയ്യിൽ തന്നെയാണ്. ഹല്ലേലൂയ. ആ നാമത്തിൽ രക്ഷയുണ്ട്. ആ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കലുമേ ആ നാമമല്ലാതെ മറ്റു നാമത്തിന് ഈ ലോകത്തിരിക്കുന്ന ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ആ ഒരു രക്ഷാമാർഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അക്കാലത്തിൽ ഇരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മുടെ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലർ 4:10 പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരുത്തൻ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ലാതെ ഞങ്ങൾ പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ ആ ഒരു നാമം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ പല ഭവനങ്ങളിലും ഇന്ന് സ്വസ്ഥതയില്ലായിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ പല ഭവനങ്ങളിലും സ്വസ്ഥതയുള്ളവരുണ്ട്. ഹല്ലേലൂയ. സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ, കുട്ടികൾ തമ്മിലൊക്കെയും ഹല്ലേലൂയ സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പല ഭവനങ്ങളിലും ഇന്ന് ഹല്ലേലൂയ അനീതി നമുക്കറിയാമെന്ന്. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഗുണകരമെന്ന് തോന്നുന്നതും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഫോണ് ഇന്ന് മനുഷ്യരെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും കീഴടക്കിയിരിക്കുക. അവന്റെ സ്വഭാവത്തെ കീഴടക്കിയിരിക്കുന്നു, അവന്റെ നടപ്പുകൾ കീഴടക്കിയിരിക്കുന്നു, അവന്റെ ചിന്താഗതിയെ കീഴടക്കിയിരിക്കുന്നു. അവർക്ക് ഒരു മനുഷ്യന്റെ എല്ലാവിധമായ സ്വഭാവങ്ങളെ കീഴടക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, ഒരു ചെറിയൊരു സാധനം, ആ ഫോൺ എന്ന് പറയുന്ന സാധനം. ഹല്ലേലൂയ. മനുഷ്യനതിലൂടെ ഹല്ലേലൂയ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന് അടിച്ചായിരിക്കുകയാണ്. മനുഷ്യനെ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേരെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഫോൺ മുഖാന്തരം നല്ലതെന്ന് ഉപയോഗിക്കുക, നല്ലതെന്ന് കണ്ടിരിക്കുന്ന ആ സാധനം ഇന്ന് മോശമായ ഹല്ലേലൂയ എത്രയോ കുഞ്ഞുങ്ങളെ ഇത് ഹല്ലേലൂയ വഴിതെറ്റിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇന്ന് കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് വന്നെത്തിയിരിക്കുക. ആർക്കോ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്ന്. എത്രയോ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പല കാര്യങ്ങൾ ഫോൺ അടിമപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ ആത്മഹത്യാ പ്രേരണയായിത്തീരുകയാണ്. എന്റെ കൂട്ടുകാരുടെ ഫോണുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തരുന്നില്ല. എന്റെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു കുറച്ചുകൊണ്ടായിപ്പോയത്. എന്നാൽ ഇന്ന് ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല, വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. ഫോൺ ആവശ്യമാണ്. എന്നാൽ അവരെ നിയന്ത്രിക്കാൻ, ഈ ഫോൺ ഉപയോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തെ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്. അവന് പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ ആ ശക്തി തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം സ്വർഗ്ഗം വിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനെ അവന്റെ നേർവഴിക്ക് കൈപിടിച്ച് നടത്തുന്നവൻ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് പറയട്ടെ, ഞാൻ പറയുകയാണ്, കർത്താവായ യേശു ഹല്ലേലൂയ. യേശു വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബം പ്രാപിക്കാൻ തന്നെ ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് വർഷങ്ങളായിരുന്നാലും ശരിയല്ലേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലയോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ നേർവഴിക്കല്ല പോകുന്നതെങ്കിൽ അവനെ നേർവഴിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്.
അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കർത്താവായ യേശു വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അവിടെ പറയട്ടെ, നമ്മളെ നിയന്ത്രിക്കാൻ ഒരുവനുണ്ട്, നമ്മുടെ മക്കളെ നിയന്ത്രിക്കുവാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നിയന്ത്രണം കയ്യിലെടുക്കുന്നത് മനുഷ്യർക്കാർക്കും ഹല്ലേലൂയ മനുഷ്യരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാൻ വയ്യാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവന്റെ പേര് യേശുവൻ. ഹല്ലേലൂയ. അവിടെ പറയട്ടെ, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാക്ഷസിക്കായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലാതെ ഞങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. അത് വിശ്വസിക്കുക. കാലം തിരിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം ശ്രമിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. ഹല്ലേലൂയ. മറ്റൊന്നും ചിന്തിക്കുന്നില്ല, മറ്റൊന്നും ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമുക്കില്ല. നമ്മൾ ജോലി തിരക്കിലാണ്. നമ്മൾ എല്ലാവരും ഓരോരോ ജോലികൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ രംഗത്തും ഹല്ലേലൂയ വാഹനം ഓടിക്കുന്നവരും ഒക്കെ അതൊരു ബിസിനസ് നടത്തുന്നതിന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്ല നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എന്നാലും തിരിഞ്ഞു നോക്കണമേ, നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കണമേ. ഹല്ലേലൂയ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ശ്വാസമുട്ടൽ വന്ന് നമ്മൾ വീണു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, നമ്മൾ വീഴുന്നതിന് മുമ്പ് നമ്മുടെ യുവനത്തിൽ തന്നെ സൃഷ്ടികർത്താവായ ഹല്ലേലൂയ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ഓർക്കണമേ, കാലം തിരിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്ന മനസ്സാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശുവിന്റെ നാമമില്ലാതെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ കടകമ്പോളങ്ങൾ നടത്തുന്നവര്, ബിസിനസ് നടത്തുന്നവര്, വാഹനങ്ങൾ ഓടിക്കുന്നവര്, ഹല്ലേലൂയ പല ആലോചനകൾ നിൽക്കുന്നവര് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.